ഏറ്റവും വി ഡി സതീശന്റെ തത്സമയ ദൃശ്യങ്ങൾ വലിയ വലിയ വൻ വിജയമാണ് UDF-ന് ഉണ്ടാകുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള വിജയം. വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു സെഞ്ചുറി അടിക്കും, 100 സീറ്റിന് മുകളിൽ പോകുമെന്ന്. അത്രയും കൃത്യമായി അത്രയും ഉറപ്പിച്ച് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് പറഞ്ഞിരുന്നത് വി ഡി സതീശനാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇന്ദിരാഭവനിൽ പ്രവർത്തകർക്കൊപ്പം ആഹ്ലാദം എത്തുകയാണ്. ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. KPCC ആസ്ഥാനത്തേക്ക് 101 സീറ്റുകളുടെ അലഭാരവുമായി കടന്നു വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സതീശന് ഹൃദയം നിറഞ്ഞ വരവേൽപ്പ് നൽകുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അംഗങ്ങൾ. സതീശനെ നോക്കൂ, സതീശനെ നുണേശൻ എന്ന് വിളിച്ച് കോർണർ ചെയ്യാനും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ വരവ് തടയാനും ശ്രമിച്ച സകല സംവിധാനങ്ങളുടെയും സമ്പൂർണ്ണ പരാജയമാണ് നമ്മൾ കാണുന്നത്. വി ഡി സതീശൻ ആ നിലയ്ക്കുള്ള വ്യക്തിപരമായ ആക്ഷേപത്തെ, സംഘടനാപരമായ ആക്ഷേപത്തെ സകലതിനെയും മറികടന്നു. CPIM-ന്റെ എല്ലാ തരത്തിലുമുള്ള സൈബർ പദ്ധതികളെയും മറികടന്നുകൊണ്ടാണ് വി ഡി സതീശൻ 100 സീറ്റുമായി UDF-ന് അധികാരം പിടിച്ചു കൊടുക്കുന്നത്. UDF-ന് 100 സീറ്റ് പിടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ ഒരാളുടെ കോൺഫിഡൻസ്, അതാണ് ഒന്നൊന്നര കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഗതി. 100 സീറ്റ് കോൺഫിഡൻസ് മാത്രം പ്രിസിഷൻ നോക്കൂ നിഷാദ്. കറക്റ്റ്. ഏതെങ്കിലും ഒരു ഇലക്ട്രൽ ഏജന്റിന് അല്ലെങ്കിൽ ഒരു പോൾസ്റ്റർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ഞങ്ങൾ ഇത്ര സീറ്റുമായി അധികാരത്തിൽ വരും? കൃത്യമായി നോക്കൂ, 100-ൽ താഴെ പോകുന്നില്ല. അത് ഭയങ്കര സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിക്കുന്ന ഏജൻസിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അത് സതീശൻ പറയുന്നത് കറക്റ്റ് ആവുന്നു, 100-ൽ താഴെ പോകാതിരിക്കുന്നു എന്ന് മാത്രമല്ല 1 ഡസനോളം മന്ത്രിമാര് തോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പരിസരത്ത് ഒരു ഡസനിലധികം തോറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പുറയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചു വരുമോ എന്ന് കാത്തിരിക്കുന്നു ഒരു കൂട്ടം CPIM-കാർ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ജയിച്ചാലും അദ്ദേഹം 1.25 മണിക്കൂറോളമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നിൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ പിന്നിൽ നമുക്ക് എഴുതി കാണിക്കേണ്ടി വരുന്നു. മുന്നിൽ നിന്ന് എഴുതി കാണിക്കാൻ കഴിയുമോ? ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം CPIM-ന്റെ ഉരുക്കുകോട്ടയായ പഞ്ചായത്തുകളിൽ എങ്ങനെ പിണറായി വിജയൻ പിന്നിൽ പോയി. ഇനി ജയിച്ചാലും CPM-നെ സംബന്ധിച്ച് അവർ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിലെ ഒന്നാമത്തെ ചോദ്യം പിണറായി വിജയൻ എങ്ങനെ ചെമ്പിലോട് പഞ്ചായത്തിൽ പിന്നിൽ പോയി, അഞ്ചരക്കണ്ടിയിൽ പിന്നിൽ പോയി. അപ്പൊ പാർട്ടിയെ തിരുത്താനുള്ള ചുമതല ധർമ്മടത്തെ സഖാക്കൾ ഏറ്റെടുത്തോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടിയെ ധർമ്മടത്തെ സഖാക്കൾ തിരുത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് തളിപ്പറമ്പിൽ സംഭവിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്, അമ്പലപ്പുഴയിൽ സംഭവിക്കുമെന്ന ചോദ്യമുണ്ട്, പയ്യന്നൂരിൽ സംഭവിക്കുമെന്ന ചോദ്യമുണ്ട്. പക്ഷേ പയ്യന്നൂരിൽ സംഭവിച്ചില്ലെങ്കിലും അത് ധർമ്മടത്തുണ്ടാകുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കാണുന്നത്. CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തോട് ധർമ്മടത്തെ സഖാക്കൾ പറയുന്നത് എന്താണ്? തിരുത്തേണ്ട സമയത്ത് തിരുത്തണമായിരുന്നു.